സെൻസറുകൾ ഇല്ലാത്തൊരു ലോകം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. രാവിലെ എണീച്ച് ഫോൺ തുടങ്ങി ഫോണുകൾ, വാച്ചുകൾ, TV അങ്ങനെ എല്ലാത്തിലും സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്കിപ്പോൾ ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന മൊബൈലിൽ തന്നെ 7-8 തരം സെൻസറുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇത്രയും സെൻസർ ഉപയോഗിച്ചുകൊണ്ടാണ് സ്ഥിര ജീവിതം നയിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യകതയാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് തരം സെൻസറുകളുണ്ട്. ആ എല്ലാ സെൻസറുകളെ കുറിച്ചും ഞാനിവിടെ പറയുന്നുണ്ട്. അതിൻ്റെ വിശദമായ ഡീറ്റെയിൽസും ഇവിടെ പറയുന്നുണ്ട്. സെൻസറുകളുടെ ഉപയോഗവും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും എല്ലാം ഇവിടെ പറയുന്നുണ്ട്. ഫിസിക്കൽ എൻവയോൺമെന്റിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇൻപുട്ടുകൾ കണ്ടെത്തുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു ഡിവൈസാണ് സെൻസർ. ഇൻപുട്ട് എന്നത് പ്രകാശം, ചൂട്, ചലനം, ഈർപ്പം, മർദ്ദം അല്ലെങ്കിൽ മറ്റ് നിരവധി പാരിസ്ഥിതിക പ്രതിഭാസങ്ങളും ആകാം. ഒരു സെൻസർ അതിന് ലഭിക്കുന്ന ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്യുകയും അതിനെ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ടാക്കി മാറ്റുകയുമാണ് ചെയ്യുന്നത്. കോമൺ ആയിട്ട് 18 തരം സെൻസറുകളെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. 1. ടെമ്പറേച്ചർ സെൻസർ, പ്രഷർ സെൻസർ, പൊസിഷൻ സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, ലെവൽ സെൻസർ, ഹ്യൂമിഡിറ്റി സെൻസർ, ഫ്ലോ സെൻസർ, ലൈറ്റ് സെൻസർ, കളർ സെൻസർ, കെമിക്കൽ സെൻസർ, ഫോഴ്സ് സെൻസർ, മോഷൻ സെൻസർ, സൗണ്ട് സെൻസർ, കോണ്ടാക്ട് സെൻസർ, നോൺ കോണ്ടാക്ട് സെൻസർ, ഇൻഫ്രാറെഡ് സെൻസർ, അൾട്രാസോണിക് സെൻസർ, മാഗ്നറ്റിക് സെൻസർ എന്നിവയാണ് പ്രധാനപ്പെട്ട സെൻസറുകൾ. ഒരു വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ ചൂടും തണുപ്പും അളക്കാൻ വേണ്ടിയിട്ടാണ് ഒരു താപനില സെൻസർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ സെൻസർ ഉപയോഗിക്കുന്നത്. തെർമോമീറ്ററുകൾ പോലുള്ള സാധാരണ വസ്തുക്കളിലും വാട്ടർ ഹീറ്ററുകൾ, റെഫ്രിജറേറ്ററുകൾ, മൈക്രോവേവ് തുടങ്ങിയ വീട്ടുപകരണങ്ങളിലും ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാലാവസ്ഥാ നിയന്ത്രണത്തിലും വ്യാവസായിക നിരീക്ഷണത്തിലും ടെമ്പറേച്ചർ സെൻസറുകൾ ഒരു പ്രധാന ഘടകമാണ്. ഒരു പ്രതലത്തിൽ ഒരു ദ്രാവകമോ വാതകമോ ചെലുത്തുന്ന ബലം ഒരു പ്രഷർ സെൻസർ കണ്ടെത്തുന്നു. വ്യാവസായിക അറ്റകുറ്റപ്പണികളുടെ പരിപാലനത്തിനുള്ള പ്രവചന അറ്റകുറ്റപ്പണികൾക്കും കാറുകളിലെ ഓട്ടോമോട്ടീവ് ടയർ സമ്മർദ്ദവും മെഡിക്കൽ പരിചരണത്തിൽ രോഗികളുടെ രക്തസമ്മർദ്ദവും നിരീക്ഷിക്കുന്നതിനും ഈ തരം സെൻസറുകൾ ഉപയോഗിക്കുന്നു. ഒരു പൊസിഷൻ സെൻസർ ഒരു വസ്തുവിന്റെ സ്ഥാനവും ചലനവും കണ്ടെത്തുന്നു. ലീനിയർ, റോട്ടറി, പ്രോക്സിമിറ്റി, ടിൽറ്റ്, ഇൻക്രിമെന്റൽ എന്നിവ ഉൾപ്പെടെ പല രൂപങ്ങളിൽ ഇത് ലഭ്യമാണ്. ഘടകങ്ങളുടെ സ്ഥാനം, ഓറിയന്റേഷൻ അല്ലെങ്കിൽ സ്ഥാനചലനം എന്നിവ ട്രാക്ക് ചെയ്യുമ്പോൾ കൃത്യമായ നിയന്ത്രണത്തിനും പ്രവർത്തനത്തിനുമായി റോബോട്ടിക്സ്, ഓട്ടോമോട്ടീവ് സിസ്റ്റങ്ങൾ, വ്യാവസായിക യന്ത്രങ്ങൾ എന്നിവയിൽ ഇത് സാധാരണയായി ഉപയോഗിച്ചു വരുന്നു. ഒരു വസ്തുവിന്റെ സാമീപ്യം ഭൗതിക സമ്പർക്കമില്ലാതെ തന്നെ ഒരു പ്രോക്സിമിറ്റി സെൻസർ കണ്ടെത്തുന്നു. ഒരു ചലന സ്ഥാന സെൻസറിൽ നിന്ന് വ്യത്യസ്തമായി ചലനം കണ്ടെത്തുന്നതിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. ഇൻഫ്രാറെഡ് പ്രകാശം, അൾട്രാസോണിക് തരംഗങ്ങൾ അല്ലെങ്കിൽ വൈദ്യുതകാന്തിക മണ്ഡലങ്ങൾ പോലുള്ള സിഗ്നലുകളുടെ തുടർച്ചയായ ഒരു പ്രവാഹം പുറപ്പെടുവിച്ചും ഒരു വസ്തുവിനെ സമീപിക്കുമ്പോൾ അതിന്റെ ദൂരം നിർണ്ണയിക്കാൻ ആ റിട്ടേൺ സിഗ്നലുകൾ എങ്ങനെ ചാഞ്ചാടുന്നുവെന്ന് അളക്കുന്നതിലൂടെയുമാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒരു ലെവൽ സെൻസർ ഒരു കണ്ടെയ്നറിലോ സിസ്റ്റത്തിലോ ഉള്ള ദ്രാവകങ്ങൾ, കരവസ്തുക്കൾ അല്ലെങ്കിൽ ഗ്രാനുലാർ വസ്തുക്കളുടെ അളവ് അളക്കുന്നു. അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ ഉയർച്ചയും താഴ്ചയും തുടർച്ചയായി അളക്കുന്നു. ഉദാഹരണത്തിന് ഒരു കാറിലെ ഗ്യാസ് ടാങ്കിൽ ഒരു ലെവൽ സെൻസർ ഉണ്ട്. വായുവിലെ ഈർപ്പത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഹ്യൂമിഡിറ്റി സെൻസറാണ് ഇത്. HVAC സിസ്റ്റങ്ങൾ, കാലാവസ്ഥാ നിരീക്ഷണം, വ്യാവസായിക പ്രക്രിയകൾ എന്നിവയിൽ സാധാരണയായി കാണപ്പെടുന്ന ഹൈഗ്രോസ്റ്റാറ്റുകൾ, ഹൈഗ്രോമീറ്ററുകൾ, ഹ്യൂമിസ്റ്ററുകൾ തുടങ്ങിയ ഉപകരണങ്ങൾക്ക് ഈർപ്പം റീഡിങ്ങുകൾ റിലേ ചെയ്യുന്നതിനും അമിതമായ ഈർപ്പം അല്ലെങ്കിൽ വരൾച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തടയുന്നതിനും വേണ്ടിയിട്ടാണ് ഹ്യൂമിഡിറ്റി സെൻസർ ഉപയോഗിക്കുന്നത്. ഒരു ദ്രാവകം, അത് ദ്രാവകമായാലും വാതകമായാലും, ഒരു സിസ്റ്റത്തിലൂടെ സഞ്ചരിക്കുന്നതിന്റെ നിരക്ക് ഒരു ഫ്ലോ സെൻസർ കണ്ടെത്തുന്നു. ആക്സിലറേഷൻ, ഫ്രീക്വൻസി, മർദ്ദം, വോളിയം എന്നിവ പോലുള്ള ഭൗതിക അളവുകൾ ട്രാക്ക് ചെയ്ത് ഒഴുക്കളക്കാൻ വേണ്ടി ഈ ഉപകരണം അക്കോസ്റ്റിക് തരംഗങ്ങളും വൈദ്യുതകാന്തിക ഫീൽഡുകളും ഉപയോഗിക്കുന്നു. ജലശുദ്ധീകരണം, HVAC, ഓട്ടോമോട്ടീവ് സിസ്റ്റങ്ങൾ എന്നിവയിൽ ദ്രാവക പ്രവാഹം നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഫ്ലോ സെൻസറുകൾ ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ചും പവർ പ്ലാന്റുകളിൽ, കെമിക്കൽ വ്യവസായങ്ങളിലും കാര്യക്ഷമമായ പ്രവർത്തനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഫോട്ടോ ഡിറ്റക്ടർ എന്നും അറിയപ്പെടുന്ന ഒരു ലൈറ്റ് സെൻസർ പ്രകാശ തീവ്രത അളക്കുന്നു. ഫോട്ടോണുകളെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതൊരു ഉപകരണത്തിന്റെ ഉദ്ദേശത്തെ ആശ്രയിച്ച് പ്രകാശത്തിന്റെ തീവ്രത, തരംഗദൈർഘ്യം, ആവൃത്തി അല്ലെങ്കിൽ ദിശ എന്നിവ കണ്ടെത്താനുള്ള ഒരു മാർഗം അനുവദിക്കുന്നു. ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ സ്ക്രീനിന്റെ തെളിച്ചം ക്രമീകരിക്കുന്നത് മുതൽ ക്യാമറയുടെ അപ്പർച്ചർ വരെ എല്ലാം ലൈറ്റ് സെൻസറുകളെ ആശ്രയിച്ചിരിക്കുന്നു. കാർ ഹെഡ്ലൈറ്റുകളിലും സ്ട്രീറ്റ് ലൈറ്റുകളിലും നിർമ്മിച്ചിരിക്കുന്നത് പോലെയുള്ള നിരീക്ഷണവും അഡാപ്റ്റീവ് ലൈറ്റിംഗ് സംവിധാനങ്ങളിലും ലൈറ്റ് സെൻസറുകൾ ഉപയോഗിക്കുന്നു.
ഒരു വസ്തുവിൽ നിന്ന് പ്രതിഫലിക്കുന്ന പ്രകാശം വിശകലനം ചെയ്തുകൊണ്ട് ഒരു കളർ സെൻസർ അതിന്റെ നിറം തിരിച്ചറിയുന്നു. ചുവപ്പ്, പച്ച, നീല ഫിൽട്ടറുകൾ ഉപയോഗിച്ച് ഈ ഉപകരണത്തിന്റെ ഒരു നിറത്തിനുള്ളിലെ ഈ മൂല്യങ്ങളുടെ തീവ്രത അളക്കാൻ കഴിയും. ഇത് വസ്തുവിന്റെ മൊത്തത്തിലുള്ള വർണ്ണ സ്വഭാവം നിയന്ത്രിക്കാൻ അനുവദിക്കുന്നു. കളർ ഗ്രേഡിംഗ്, തരംതിരിക്കൽ, ഗുണനിലവാരം നിയന്ത്രണം, ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങൾ എന്നിവയ്ക്കുള്ള വിവരങ്ങൾ കളർ സെൻസറുകൾക്ക് നൽകാൻ കഴിയും. ഒരു കെമിക്കൽ സെൻസർ പരിസ്ഥിതിയിലെ പ്രത്യേക രാസവസ്തുക്കളെ കണ്ടെത്തുന്നു. ഇതിനായി വാതകം, ദുർഗന്ധം, അയോൺ, ജൈവവസ്തുക്കൾ എന്നിവയിലെ മാറ്റങ്ങൾ വിശകലനം ചെയ്യാൻ ഒരു റിസപ്റ്ററും ട്രാൻസ്ഡ്യൂസറും ഉപയോഗിക്കുന്നു. കെമിക്കൽ സെൻസറുകൾക്ക് മലിനീകരണ നിരീക്ഷണത്തിലെ മാലിന്യങ്ങൾ, എയർപോർട്ട് സെക്യൂരിറ്റിയിലെ സ്ഫോടന വസ്തുക്കളുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു കുളത്തിലെ ക്ലോറിന്റെ അളവ് എന്നിവയൊക്കെ കണ്ടെത്താനാകും. ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലത്തിന്റെ അളവ് ഒരു ഫോഴ്സ് സെൻസർ അളക്കുന്നു. ഭാരം, പിരിമുറുക്കം, കംപ്രഷൻ, ടോർക്ക്, സ്ട്രെയിൻ, സ്ട്രെസ് അല്ലെങ്കിൽ മർദ്ദം എന്നിവയുൾപ്പെടെ വിവിധ തരം മെക്കാനിക്കൽ ബലങ്ങളെ ഇത് ട്രാക്ക് ചെയ്യുന്നു. കൂടാതെ ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗിലും വ്യാവസായിക യന്ത്രങ്ങളിലും ഉടനീളം റോബോട്ടിക്സിലും ഗുണനിലവാര നിയന്ത്രണത്തിലും ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. ഒരു പ്രത്യേക പ്രദേശത്തിനുള്ളിലെ ചലനം ഒരു മോഷൻ സെൻസർ കണ്ടെത്തുന്നു. ഇതിനായി ഇൻഫ്രാറെഡ്, അൾട്രാസോണിക് അല്ലെങ്കിൽ മൈക്രോവേവ് സാങ്കേതിക വിദ്യകൾ പോലുള്ള വ്യത്യസ്ത ഉപകരണങ്ങൾ ഉപയോഗിച്ച് താപം, ഇൻഫ്രാറെഡ് വികിരണം അല്ലെങ്കിൽ ശബ്ദ പാറ്റേണുകളിലെ മാറ്റങ്ങൾ ഇത് നിരീക്ഷിക്കുന്നു. ഉദാഹരണത്തിന് ആക്സിലറോമീറ്റർ ഒരു വസ്തുവിന്റെ വേഗതയിലെ മാറ്റത്തിന്റെ നിരക്ക് കണ്ടെത്തുന്നു. അതേസമയം ഒരു ഗൈറോസ്കോപ്പിന് അതിന്റെ ആംഗുലർ വെലോസിറ്റി കണ്ടെത്താൻ കഴിയും. ഇൻട്രൂഡർ അലാറങ്ങൾ, ഓട്ടോമോട്ടീവ് സ്ലൈഡിംഗ് ഡോറുകൾ, ടച്ച് ഫ്രീ ഹാൻഡ് ഡ്രയറുകൾ എന്നിവയെല്ലാം മോഷൻ സെൻസറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയാണ്. ഒരു സൗണ്ട് സെൻസർ ശബ്ദതരംഗങ്ങൾ കണ്ടെത്തുകയും തുടർന്ന് പ്രോസസ്സിങ്ങിനായി അക്കോസ്റ്റിക് സിഗ്നലുകളെ ഇലക്ട്രിക് സിഗ്നലുകളായി മാറ്റുകയും ചെയ്യുന്നു. മൈക്രോഫോണുകൾ, വോയിസ് കമാൻഡ് സിസ്റ്റങ്ങൾ, സുരക്ഷാ അലാറങ്ങൾ എന്നിവ ശബ്ദനിലകൾ മനസ്സിലാക്കുന്നതിനോ പ്രത്യേക ശബ്ദങ്ങൾ തിരിച്ചറിയുന്നതിനോ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സൗണ്ട് സെൻസറുകൾ ഉപയോഗിക്കുന്നു. രണ്ട് പ്രതലങ്ങൾക്കിടയിലുള്ള ശാരീരിക സമ്പർക്കമോ മർദ്ദമോ ഒരു കോണ്ടാക്ട് സെൻസർ കണ്ടെത്തുകയും ആ കോണ്ടാക്ട് തകരുമ്പോൾ അത് പ്രവർത്തനക്ഷമമാവുകയും ചെയ്യുന്നു. ഈ സുരക്ഷാ ഉപകരണത്തിൽ രണ്ട് ഭാഗങ്ങളാണ് ഉൾക്കൊള്ളുന്നത്: ഒരു കാന്തം, ഒരു സെൻസർ എന്നിവ. ഇത് സാധാരണയായി വാതിലുകളിലോ ജനലുകളിലോ ഗേറ്റുകളിലോ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ വീട്ടുടമസ്ഥർക്ക് നുഴഞ്ഞുകയറ്റക്കാരെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. അതിനുവേണ്ടിയൊക്കെയാണ് ഈ കോണ്ടാക്ട് സെൻസർ ഉപയോഗിക്കുന്നത്. ഒരു നോൺ കോണ്ടാക്ട് സെൻസർ ഒരു വസ്തുവിനെ ശാരീരിക സമ്പർക്കം ഇല്ലാതെ തന്നെ നിരീക്ഷിക്കുന്നു. ഇൻഫ്രാറെഡ്, അൾട്രാസോണിക് അല്ലെങ്കിൽ കപ്പാസിറ്റീവ് സെൻസിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകളാണ് ഇത് ഉപയോഗിക്കുന്നത്. കൂടാതെ ഓട്ടോമാറ്റിക് ഡോറുകൾ, എക്സ്റേകൾ, പാർക്കിംഗ് സഹായ സംവിധാനങ്ങൾ എന്നിവ പ്രവർത്തിപ്പിക്കുന്നതിന് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. വസ്തുക്കൾ പുറപ്പെടുവിക്കുന്ന ഇൻഫ്രാറെഡ് വികിരണങ്ങൾ ഒരു ഇൻഫ്രാറെഡ് സെൻസർ കണ്ടെത്തുന്നു. അതായത് പരിധിക്കുള്ളിലെ താപ ഏറ്റക്കുറച്ചിലുകൾ വഴി ഒരു വസ്തുവിന്റെ സാന്നിധ്യമോ ചലനമോ മനസ്സിലാക്കാൻ ഇതിന് കഴിയും. മോഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം, തെർമൽ ഇമേജിംഗ്, റിമോട്ട് കൺട്രോൾ ഉപകരണങ്ങൾ എന്നിവയിൽ ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വസ്തുവിന്റെ സാന്നിധ്യം, ദൂരം അല്ലെങ്കിൽ ചലനം എന്നിവ കണ്ടെത്തുന്നതിന് അതിൽ നിന്ന് ശബ്ദതരംഗങ്ങൾ പ്രതിഫലിക്കാൻ എടുക്കുന്ന സമയം ഒരു അൾട്രാസോണിക് സെൻസർ അളക്കുന്നു. മനുഷ്യർക്ക് കേൾക്കാൻ കഴിയുന്ന ആവർത്തികൾക്ക് അപ്പുറമുള്ള അൾട്രാസോണിക് ശബ്ദതരംഗങ്ങളുടെ തുടർച്ചയായ ഒരു പ്രവാഹം പൾസ് ചെയ്യുന്നതിലൂടെ ശബ്ദതരംഗങ്ങൾ തിരികെ സഞ്ചരിക്കുന്ന വേഗതയെ അടിസ്ഥാനമാക്കി സെൻസറിന് ദൂരം കണക്കാക്കാൻ കഴിയും. ടാങ്കുകളിലെയും കാർ പാർക്കിംഗ് സഹായ സംവിധാനങ്ങളിലെയും ദ്രാവകത്തിന്റെ അളവ് പരിശോധിക്കുന്നതിലും ചികിത്സകൾ നയിക്കുന്നതിനും വളർച്ച ട്രാക്ക് ചെയ്യുന്നതിനും ഗർഭാശയത്തിനുള്ളിലെ അവയവങ്ങൾ, ടിഷ്യൂകൾ, ശിശുക്കൾ എന്നിവയുടെ ചിത്രങ്ങൾ എടുക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നു. ഒരു കാന്തിക സെൻസർ ഒരു കാന്തിക ക്ഷേത്രത്തിന്റെ ശക്തി, ദിശ, സാന്നിധ്യം എന്നിവ അളക്കുന്നു. ഈ ഉപകരണം നോൺ കോണ്ടാക്ട് ഇനത്തിൽപ്പെടുന്നു. ഇത് സാധാരണയായി കോമ്പസുകൾ, പൊസിഷൻ ട്രാക്കിംഗ്, വ്യാവസായിക ഓട്ടോമേഷൻ എന്നിവയിൽ കാണപ്പെടുന്നു.